കഠിനംകുളം ആതിരയുടെ കൊലപാതകത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രതി ജോൺസണെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് വാങ്ങിയത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും സംഭവസ്ഥലത്തുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനുമാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. തുടർന്ന് കൃത്യം നടന്ന വീട്ടിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് കഠിനംകുളം ഇൻസ്പെക്ടർ BS സാജൻ പറഞ്ഞു. കേസിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു. ജനുവരി 21-നാണ് ആതിരയെ കഠിനംകുളത്തെ ക്ഷേത്ര ട്രസ്റ്റിന്റെ വീട്ടിൽ കയറി ജോൺസൺ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. സുധാകരനും അമ്മ ലക്ഷ്മിയും വെട്ടേറ്റു വീണ പോത്തുണ്ടിയിലെ വീട്ടിലും ചെന്താമര ആയുധങ്ങൾ സൂക്ഷിച്ച വീട്ടിലും തെളിവെടുപ്പ് നടത്തും. ജനുവരി 27-നാണ് അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ പ്രതിയെ 28-ന് രാത്രി മാട്ടായിലെ വീടിന് സമീപത്തെ വയലിൽ നിന്നാണ് പിടികൂടിയത്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. കേസിൽ ജയിലിലായിരുന്ന ചെന്താമര 2 മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത്. ബാലരാമപുരത്ത് 2 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതി ഹരികുമാറിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ കുട്ടിയുടെ അമ്മ ശ്രീധുവിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ശ്രീധുവിനെതിരെ പരാതി നൽകിയ ആളുമായി പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സമീപം വെച്ചാണ് നിയമനത്തിനായുള്ള വ്യാജരേഖ ശ്രീധു പരാതിക്കാരന് കൈമാറിയത്.